ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സർ, എന്തൊക്കെ പറയുന്നേ? സാർ എന്താ ഉദ്ദേശിക്കുന്നേ? അന്ന് രാധിക വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന സീൻ ചിത്രീകരിക്കുമ്പോൾ രാധികയുടെ സുരക്ഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന പടം പ്രതാപിന്റെയും ക്രിസ്റ്റിയുടെയും കൈകളിലായിരുന്നു. അവരത് ബോധപൂർവ്വം മുറിച്ചതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. തീർത്തും പുതുമുഖമായ രാധികയോട് അങ്ങനെ ഒരു വൈരാഗ്യം അവർക്ക് തോന്നണമെങ്കിൽ ആരോ അതിന്റെ പിന്നിലുണ്ടായിരിക്കണമല്ലോ. ഉണ്ട്. സംഭവം നടന്ന ഉടൻ ക്രിസ്റ്റിയും പ്രതാപനും ആ ലൊക്കേഷൻ വിട്ടു. ലൊക്കേഷനിലുള്ളവർക്ക് അവരെ ഫോളോ ചെയ്യാനും പറ്റിയില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ അവരെ കണ്ടെത്തിയതുമില്ല. പിന്നെ ആര് പറഞ്ഞു ഞാൻ അവർക്ക് പണം കൊടുത്തുന്ന്? മുത്തശ്ശി, നിങ്ങളൊക്കെ ഇത് കേട്ട് നിൽക്കുവാണോ? എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വന്ന് കേറുക, ഇല്ലാത്ത കഥകൾ പറയുക. ക്രിസ്റ്റിയും പ്രതാപനെയും ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ക്രിസ്റ്റിയും പ്രതാപനും എന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് രീതിയിൽ ഒന്ന് ചോദിച്ചപ്പോ അവര് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. രാധികയെ അപകടപ്പെടുത്താൻ വേണ്ടി അവർക്ക് പണം കൊടുത്തത് പ്രിയങ്കയാണെന്ന്. പരമേശ്വരൻ സാർ, കാര്യങ്ങൾ ഏകദേശം അങ്ങേക്ക് പിടിയിട്ട് കാണുമല്ലോ. ഞാൻ വന്നത് അങ്ങയുടെ മരുമകളെ കസ്റ്റഡിയിലെടുക്കാനാണ്. ഞാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. തെളിവുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം ബഹളമൊന്നും ഉണ്ടാക്കാതെ കൂടെ വരൂ. സർ, അവളങ്ങനൊന്നും ചെയ്യില്ല. ഇവളെന്റെ അനിയത്തിയല്ലേ? അച്ഛനെ കുത്തിക്കൊന്നവരും മകളെ ഞെരിച്ചു കൊന്നവരുമൊക്കെ എന്റെ ലോക്കപ്പിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പുതുമയൊന്നുമല്ല. അമ്മേ, അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയമ്മേ. എന്നെ കൊണ്ടുപോലെന്ന് പറയമ്മേ. ചെറിയമ്മേ, ചെറിയമ്മേ, എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാനെന്ത് ചെയ്യാനാ? നീ കാണിച്ച തോന്നിയാസത്തിന് ഞങ്ങളും കൂടി വന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കണോ? ചെറിയമ്മ എങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലേ. പരമേശ്വര, പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ?